ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയായി നാം ഇന്ന് യുവജന ഞായറായി വേർതിരിച്ച് കൊണ്ടാടുന്ന സുദിനമാകുന്നുവല്ലോ. ഇന്നത്തേക്ക് സഭയായി നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന ചിന്താവിഷയം യൗവനം വചനാധിഷ്ഠിത ജീവിതം എന്നതും. അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 26-ാമത്തെ വാക്യം ഇപ്രകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരേണ്ടതിന് എന്ത് ചെയ്യണം? യൗവനം തീക്ഷ്ണമായ ഒരു കാലഘട്ടമാണ്. ഒപ്പം സാധ്യതകളുടെ പെരുമഴക്കാലവും അത് സമ്മാനിക്കുന്നു. ജീവിത സമർപ്പണവും ദർശനവും ഉയരങ്ങളിലേക്കുള്ള കയറ്റമാണ് പലപ്പോഴും നമുക്ക് സമ്മാനിച്ച് നൽകുന്നത്. എന്തിനേയും ചോദ്യം ചെയ്യാനും മാറി ചിന്തിക്കാനും മാറ്റം വരുത്താനും ഒക്കെ മുന്നിട്ടിറങ്ങുന്ന ഒരു കാലഘട്ടം. ആത്മീയതയും ആത്മബോധവും ഈ കാലഘട്ടത്തിൽ മാറ്റുരച്ച് പദം വരുത്തുന്നതിനും ഇടയാകാറുണ്ട്. യേശുവിൻ്റെ അരികിൽ വരുന്ന യുവാവിൻ്റെയും അന്വേഷണം ഇത്തരത്തിൽ ഒന്നാണ്: നിത്യജീവനെ അവകാശമാക്കാൻ എന്ത് ചെയ്യണം? യുവാവിൻ്റെ അന്വേഷണത്തിൽ അല്പം വ്യത്യസ്തതയുണ്ട്. കാരണം യേശുവിൻ്റെ അടുക്കൽ വരുന്നവർ ഏറെയും സൗഖ്യവും അനുഗ്രഹവും അത്ഭുതവും ഒക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ, ഈ മനുഷ്യൻ നിത്യതയെക്കുറിച്ചുള്ള ചോദ്യവുമായാണ് എത്തുന്നത്. ആത്മീയതയിലെ മൗഢ്യ വിചാരങ്ങളെയും കേവല ധാരണകളെയും തിരുത്തി നൽകുന്ന യേശു അവൻ്റെ ആത്മീയതയെ ഉടച്ച് വാർക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവകാശമാക്കുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവരാജ്യം അഥവാ നിത്യജീവൻ എന്നത്. ശാരീരിക ഭൗതിക ശേഷിയാൽ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവ മനസ്സിൻ്റെതായി നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. പ്രവർത്തനം, മനോഭാവം, ആർജവം, ജീവിതം എന്നിവയെ പ്രാധാന്യത്തിലെടുത്താണ് യേശുവിൻ്റെ പ്രത്യുത്തരം അഥവാ ചോദ്യം. യേശുവിൻ്റെ ഉത്തരത്തിലെ 3 പ്രധാന ഭാഗങ്ങളാണ് ഇന്ന് നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി വേർതിരിക്കുന്നത്. 1-ാമത്തെ ഭാഗം ഇപ്രകാരമാണ്: ദൈവവചനം എഴുതിയിരിക്കുന്നത് എന്താണ്? ഈ ചോദ്യം നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വഴി നടത്തുന്ന വചനത്തെ അറിയുവാൻ ന്യായശാസ്ത്രിയുടെ ദൈവവചന പരിചയത്തെയാണ്, തീക്ഷ്ണതയെയാണ് ആവശ്യപ്പെടുന്നത്. ഷേമ എന്നറിയപ്പെടുന്ന യഹൂദ നിയമത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിങ്ങൾ ജീവിച്ചിരിക്കുകയും വർദ്ധിക്കുകയും എന്ന വാക്കുകളിലും 10 കൽപ്പനകളുടെ ആദ്യ ഭാഗത്തെയും സൂചിപ്പിക്കുന്നു. ദൈവവചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം എപ്രകാരമാണ്? എന്താണ് നമ്മുടെ ഉൾപ്രേരകങ്ങൾ, വഴിവിളക്കുകൾ? ആദർശ രൂപീകരണത്തിൽ ജീവിത ശൈലി കണ്ടെത്തുന്നതിൽ ദൈവവചനത്തിൻ്റെ പങ്ക് എന്താണ്? വചനവും അനുഷ്ഠാനവും ആത്മാവിൽ കലരാത്ത ആവർത്തനങ്ങളാക്കുന്ന അപകടം അത് തിരിച്ചറിയണം. ചെറുപ്പം മുതൽ പാലിച്ചു വരുന്ന കൽപ്പനകൾ അക്ഷര പൂജയുടെ വകഭേദമായിരുന്നു. അരുതുകൾ മാത്രം അതിരുകെട്ടി വകഞ്ഞു വെച്ചിരുന്ന ഒന്നായി ആത്മീയ ജീവിതം പുലർത്തുന്ന ഈ യുവാവ് അരുതുകളുടെ മറുപുറമുള്ള ആഹ്വാനങ്ങൾ ഏറ്റെടുക്കുവാൻ കഴിയാത്തതാണ് അവന് അവിടെ അപകടമായി മാറുന്നത്. ഇന്നും ഏറെ മാർക്കറ്റുള്ള ഒന്നായി ആത്മീയത തീർന്നിരിക്കുന്നു. അവരവരുടെ സ്വകാര്യതയിലേക്കുള്ള പരിമിതപ്പെടലായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. സ്വർഗം കാംക്ഷിച്ച് നിത്യത പ്രതീക്ഷിച്ച് മാത്രം ആത്മീയതയെ നിർവചിക്കുന്നവർക്ക് ഈ ലോകത്തിലേക്ക് കലർത്താൻ എന്ത് ആത്മീയ വെളിച്ചമാണ് ഉള്ളത്? 2-ാമത്തെ അവിടുത്തെ ചോദ്യം എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് തന്നെ. ഇന്നിൻ്റെ അനുഭവങ്ങളായി വർത്തമാന കാലീകരണം ദൈവവചനത്തിനുണ്ടാകേണ്ടുന്നതാണ് ശരിയായ വായന എന്നുള്ളത്. കേവലം അതര വ്യായാമമോ വാചക കസർത്തോ ബുദ്ധി പ്രയാഗമോ അല്ല അത്. വേദപുസ്തകത്തെ വായിക്കുന്നതിലൂടെയും പുനർവായന നടത്തുന്നതിലൂടെയും സംഭവിക്കേണ്ടതാണ് യഥാർത്ഥമായ വായന എന്നുള്ളത്. ജീവിതഗന്ധിയായി മറ്റൊരാളെ മനസ്സിലാക്കിയിടത്തോളം ദൈവവചനത്തെ നാം വായിച്ചിട്ടില്ല. അത് എഴുതപ്പെട്ടിരിക്കുന്ന എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരാൾക്ക്
വായിക്കാൻ തുറന്നിരിക്കുന്ന വേദപുസ്തകമായി തീരണം. അതുകൊണ്ടാണ് നാം പറയാറുള്ളത്, അഞ്ചാമത്തെ ഗോസ്പലായി, അഞ്ചാമത്തെ സുവിശേഷമായി നാം മാറണം എന്നുള്ളത്. അത്തരത്തിൽ യുവജനങ്ങൾക്ക് വചനാധിഷ്ഠിത ജീവിതത്തിലൂടെ ഒരു ഫിഫ്ത്ത് ഗോസ്പലായി മാറുവാൻ ഈ നാളുകളിൽ സാധിക്കുന്നുണ്ടോ? ആത്മപ്രകാശനമായി തീരേണ്ടുന്ന ആചാരങ്ങളും ന്യായപ്രമാണവും നിത്യജീവനിലേക്കുള്ള നടപ്പാതയായി കാണുവാൻ കൂടി നമുക്ക് കഴിയണം. പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട്, പക്ഷേ അത് ആത്മപ്രകാശനമായി പരിണമിക്കുന്നില്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകുന്നില്ല. ദൈവത്തോട് ഏറെ സ്നേഹം, ഇഷ്ടം ഒക്കെയുണ്ട്, പക്ഷേ ലോകത്തിൻ മുറിവുകളിൽ പകരാൻ സ്നേഹത്തിൻ്റെ ഒരിത്തിരി ലേപനം ഇല്ല എങ്കിൽ, പകരുവാൻ ആവശ്യമായ എണ്ണയും ഇല്ല എങ്കിൽ, അപരനിലേക്ക് എത്താനൊരു പാലം പണിയുന്നില്ലെങ്കിൽ നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് എപ്രകാരമാണ്? ഈ യുവജനവാരത്തിൻ്റെ നാളുകളിൽ നമുക്ക് നല്ല പാലങ്ങൾ പണിയാം. നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന തലത്തിൽ അപരൻ്റെ ആവശ്യങ്ങൾക്ക് അവന് കരുത്ത് പകരുന്ന നന്മയുടെ പാലങ്ങൾ പണിയുവാൻ നമുക്ക് സാധിക്കണം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ പണമാണ് ധനം എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു യുവാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നാം അവനിൽ നിന്നും തിരിച്ചറിയേണ്ടുന്നത് പണമോ വസ്തുവകകളോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല, ദൈവമാണ് യഥാർത്ഥ ധനം എന്നുള്ളതാണ്. ധനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തന്നെ ധന്യമാക്കുന്നതെന്തോ അത് ധനം എന്നാകുന്നുവല്ലോ. ദൈവത്തെ ധനമായി കാണുവാൻ, ദൈവത്തിൻ്റെ പാദങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നത് നന്മയുടെ അനുഗ്രഹത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. പണ്ട് ബുദ്ധൻ്റെ കാലത്ത് സുർദാസ് എന്നയാൾക്ക് ഒരു അപൂർവ പുഷ്പം ലഭിച്ചു. അയാൾ ആ പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് കയ്യിൽ പൂവുമായി നിൽക്കുമ്പോൾ അതുവഴി ഒരു വലിയ പണക്കാരൻ വന്നു. അടുത്തുള്ള ഗ്രാമത്തിൽ ശ്രീബുദ്ധൻ ഒരു മരത്തിൻ്റെ ചൂട്ടിലിരുന്ന് ധർമ്മ ഉപദേശം കൊടുക്കുന്നു എന്നറിഞ്ഞ ബുദ്ധനെ ദർശിക്കുവാനായി അയാൾ പോകുകയായിരുന്നു. സുർദാസിന്റെ കയ്യിലെ അപൂർവ പുഷ്പം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ പൂവ് വിലയ്ക്ക് വാങ്ങി ശ്രീബുദ്ധന് സമ്മാനമായി നൽകാം എന്ന്. തനിക്ക് ആ പൂവ് തരണം എന്ന് പണക്കാരൻ സുർദാസിനോട് ആവശ്യപ്പെട്ടു. ശ്രീബുദ്ധന് സമ്മാനിക്കുവാൻ വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ സുർദാസ് ആ പൂവ് വിറ്റ് കാശാക്കുവാൻ ആഗ്രഹിച്ചില്ല. ആ പണക്കാരൻ ദേഷ്യപ്പെട്ട് നിരാശനായി അവിടെ നിന്നും പോയി. അപ്പോൾ നാട്ടിലെ രാജാവ് ബുദ്ധനെ കാണുവാൻ ആ വഴി പോകുകയായിരുന്നു. രാജാവിനും തോന്നി സുർദാസിന്റെ കയ്യിലിരിക്കുന്ന പൂവ് വിലയ്ക്ക് വാങ്ങി ശ്രീബുദ്ധന് സമർപ്പിച്ചാൽ നന്നായിരിക്കുമല്ലോ എന്ന്. രാജാവ് പൂവിന്റെ വിലയായി ധാരാളം സ്വർണ്ണ നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നിട്ടും സുർദാസ് ആ പൂവ് വിൽക്കുവാൻ തയ്യാറായില്ല. രാജാവും ക്ഷുഭിതനായി അവിടെ നിന്നും പോയി. ഈ പുഷ്പം അത്ര മഹത്തരമാണെങ്കിൽ ആ മഹത്വം വിറ്റ് കാശാക്കാതെ ആ ശ്രേഷ്ഠമായ പൂവ് മഹാനായ ബുദ്ധന് താൻ തന്നെ സമ്മാനിക്കും എന്ന് അയാൾ ചിന്തിച്ചു. അയാൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് നടന്നു. ധർമ്മ ഉപദേശം നൽകുകയും ദർശനം നൽകുകയും ചെയ്യുന്ന ബുദ്ധനെ നേരിൽ കണ്ടു. അപ്പോൾ അവിടെ ആദ്യം കണ്ട പണക്കാരനും രാജാവും എല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. അവർ സുർദാസിനെ ക്രോധത്തോടുകൂടി നോക്കുന്നുണ്ടായിരുന്നു. സുർദാസ് വിനയാന്വിതനായി ബുദ്ധന്റെ അടുക്കിലേക്ക് ചെന്ന് ആ പാദങ്ങളിൽ താൻ കൊണ്ടുവന്ന പൂവ് സമ്മാനിച്ചു. അപ്പോൾ ബുദ്ധൻ സന്തോഷപൂർവ്വം ഒന്ന് ചിരിച്ച് അവന്റെ പൂവ് തൻ്റെ കയ്യിലെടുത്തു. രാജ്യവും രാജസ്ഥാനവും ഉപേക്ഷിച്ചിറങ്ങിയ തനിക്ക് ഈ പൂവിന് പകരമായി നൽകുവാൻ ഒന്നും കൈവശമില്ലല്ലോ എന്ന് ബുദ്ധൻ സുർദാസിനോട് പറഞ്ഞു. എനിക്ക് ഒന്നും വേണ്ട, പണമായിരുന്നു വേണ്ടിരുന്നതെങ്കിൽ എനിക്കിത് വിൽക്കാമായിരുന്നു. ഞാനിപ്പോൾ ഒരു ഭാഗ്യവാനായി. ലോകാരാധ്യനായ ശ്രീബുദ്ധന്റെ കരങ്ങളിൽ ഇരിപ്പാനുള്ള ഭാഗ്യം ഞാൻ സമ്മാനിച്ച ഈ പൂവിനുണ്ടായല്ലോ. അതുതന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെയും ധന്യത. സുർദാസ് ജീവിതത്തിൻ്റെ ധന്യത പണത്തിലാണെന്ന് വിചാരിച്ചില്ല. നമ്മുടെ ഈ ജീവിതം വിറ്റ് കാശാക്കാനുള്ളതല്ല. ഈ ജീവിതം തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്കായി നൽകി നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്മാനിക്കുവാനുള്ളതാണ് എന്ന ഈ ബോധ്യമുണ്ടെങ്കിൽ
നമ്മുടെ യൗവനം അത് പക്വതയുള്ളതായി, അനുഗ്രഹമുള്ളതായി, നന്മയുള്ളതായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുൻഗണനാ ക്രമങ്ങൾ മമതകൾക്കൊരു വിടചൊല്ലലായി നമുക്ക് നൽകാം. നമ്മുടെ മുൻഗണനകൾ, മമതകൾ എല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിനായി നൽകുവാൻ സാധിക്കുമ്പോൾ അവിടെ അനുഗ്രഹമായി തീരും. ഈ വേദഭാഗം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ തന്നെ നീയും ചെയ്യുക എന്ന വാക്കോടുകൂടി. അവനവനോട് നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. മത മൗലികത, കപട ആത്മീയത എന്നിങ്ങനെ അക്ഷരീകമായ അനുസരണവും ആത്മാവിലെ അനുസരണവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് യേശുവിനെ ചോദ്യം ചെയ്യുന്ന ന്യായശാസ്ത്രിക്കുള്ള മറുപടി. ദൈവവചനവും ദൈവശാസ്ത്രവും ക്രിസ്തു വിജ്ഞാനീയവും കേവലം ഭൗതിക അനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഗവേഷണ വിഷയങ്ങളായിത്തീരുന്ന ആത്മീയ പരിജ്ഞാനത്തിൻ്റെ പരാജയത്തിൻ്റെ അവസ്ഥയെ യേശു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചനത്തിൻ്റെ വ്യത്യസ്ത പരിഭാഷകൾ ലഭ്യമാണ്. കാലിക വ്യാഖ്യാനത്തിന് വ്യത്യസ്തവും അനവധിയുമായ വ്യാഖ്യാന ശാസ്ത്ര രീതികളുണ്ട്, പുസ്തകങ്ങളുണ്ട്, സാങ്കേതിക വിനിമയ മാധ്യമങ്ങളുണ്ട്. എന്നാൽ ആത്മാവിലെ അനുസരണമുണ്ടോ, ജീവിതമുണ്ടോ? ദൈവത്തെയും അപരനെയും പൂർണ്ണമായി അറിയുവാനും സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുർദാസ് ആ പൂവുകൾ ബുദ്ധന് സമ്മാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിലൂടെ, ദൈവവചനം എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുന്നതിലൂടെ, യഥാർത്ഥമായി നന്മയായി അത് വായിക്കുന്നതിലൂടെ, വചനവും അനുഷ്ഠാനവും ആത്മാവിൽ കലരാത്ത ആവർത്തനങ്ങളാകുന്ന അപകടം തിരിച്ചറിയുന്നതിലൂടെ, ആത്മപ്രകാശമായി തീരേണ്ട ആചാരങ്ങളും ന്യായപ്രമാണവും നിത്യജീവനിലേക്കുള്ള നടപ്പാത ആക്കുന്നതിലൂടെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളെ വചനാധിഷ്ഠിതമാക്കി മാറ്റുവാൻ ഈ യുവജന ഞായറിൻ്റെ നന്മയുടെ അനുഭവത്തിൽ ദൈവം യുവാക്കളായിരിക്കുന്ന നമ്മെയും യൗവനം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിലേക്ക് നമുക്ക് നോക്കാം. ക്രിസ്തു യേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സാധ്യതകളുടെ പെരുമഴക്കാലമായിരിക്കുന്ന യുവത്വത്തിൻ്റെ നന്മയിൽ ഞങ്ങളുടെ യുവജനങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഒന്നിച്ച് നിറഞ്ഞ് നിൽക്കുമ്പോൾ, ജീവിത സമർപ്പണവും ദർശനവും ദൈവത്തോടൊപ്പം ഉയരങ്ങളിലേക്ക് ഉള്ള കയറ്റമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവവചനം എഴുതിയിരിക്കുന്നത് എന്താണ് എന്നുള്ള തിരിച്ചറിവുകൾ ഹൃദയത്തിൽ മാറ്റി വെച്ചുകൊണ്ട് ദൈവവചനത്തെ യഥാർത്ഥമായി വായിക്കുവാനും ക്രിസ്തു ആഗ്രഹിക്കുന്ന തലത്തിൽ വചനാധിഷ്ഠിതമായി ഞങ്ങളെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാനും നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നിറയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ യുവജന വാരത്തിൽ യുവജനങ്ങളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നീ നൽകുന്ന വലിയ ഭാഗ്യത്തിനും കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണമായ ഒരു കാലഘട്ടമാകുന്നുവല്ലോ ഞങ്ങൾ കടന്നു പോകുന്നത്. കർത്താവെ, ആത്മപ്രകാശമായി തീരേണ്ടുന്ന ആചാരങ്ങളും ന്യായപ്രമാണവും നിത്യജീവനിലേക്കുള്ള നടപ്പാതയാക്കി മാറ്റുവാനും ദൈവപ്രതീക്ഷയായി ഞങ്ങളുടെ യൗവനക്കാർ മാറുവാനും നീ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ആശങ്കകളുടെ കാലഘട്ടങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ദൈവകൃപയുടെ കാലഘട്ടങ്ങളായി തീരുവാൻ നീ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ദൈവകൃപയുടെ സാധ്യതകൾ കണ്ടെത്തുവാനും ആ ദൈവകൃപയോട് ചേർന്ന് കിടക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണം. കൃപയിൽ താങ്ങണം. സകല നന്മകളാൽ നിറയ്ക്കണം. മാനവമഹത്വം എടുക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. സ്നേഹത്തോടെ റിജു അഞ്ചേരി അച്ഛൻ.